ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് 24-ാം തീയതി നടക്കുന്ന ഡിഗ്രി പ്രിലിംസിന് മുമ്പ് 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില വീഡിയോ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് 2.0 എന്ന് പറയുന്ന ചാനലും ചിലത് ഇതിലുമാണ് നടത്തുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളിപ്പം ഇതിന് മുമ്പുള്ള ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ വൈസ് ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3, ടോപ്പിക് 4 എന്ന് പറഞ്ഞിട്ട് ആ ഓർഡറിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏതാണെങ്കിലും ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണിത്. സോ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എന്ന് മാത്രമല്ല ഇനി എഴുതാൻ പോകുന്ന ഏത് പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആണ്. സോ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2003-2004 കാലഘട്ടത്തെ സ്വരാജ് ട്രോഫിയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാന തലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത് കൊല്ലമാണ്. അപ്പോൾ സ്വരാജ് ട്രോഫി 2023-2024 മികച്ച ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ 1-ാം സ്ഥാനം കൊല്ലത്തിനാണ്, 2-ാം സ്ഥാനം തിരുവനന്തപുരം. അപ്പോൾ ഓർത്തു വയ്ക്കുക, സ്വരാജ് ട്രോഫി പുരസ്കാരം 1-ാം സ്ഥാനം ജില്ലാ പഞ്ചായത്ത് കൊല്ലം, 2-ാം സ്ഥാനം തിരുവനന്തപുരം. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനാണ്, 2-ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനും, 3-ാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനുമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ കേസിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും പഠിച്ചു വെക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് 1-ാം സ്ഥാനം പഠിച്ചു വെക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് 1-ാം സ്ഥാനം ഏതാണ്? പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം. ഞാനിത് എഴുതിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വേണ്ടവർ ബുക്കിലേക്ക് എഴുതുക. അപ്പം നമ്മുടെ ആപ്പിലെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് 1-ാം സ്ഥാനം കൊല്ലം, 2-ാം സ്ഥാനം തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് 1-ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, 2-ാം സ്ഥാനം കൊടകര തൃശ്ശൂർ, 3-ാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ്. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്ത് നോക്കാനുണ്ട്. ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. 2-ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ. 3-ാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് സ്വരാജ് ട്രോഫി 2023-24 മികച്ച അല്ലെങ്കിൽ 1-ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്ത് കൊല്ലം, 2-ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? തിരുവനന്തപുരം. 1-ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പഠിച്ചു വെക്കണം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. 1-ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് പഠിക്കണം, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് മുനിസിപ്പാലിറ്റിയാണ്. 1-ാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. 2-ാം സ്ഥാനം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, രണ്ടും തൃശ്ശൂർ ജില്ലയിലാണ്. 3-ാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റിയാണ് ആന്തൂർ നഗരസഭ, കണ്ണൂരാണ് ആന്തൂർ നഗരസഭ. അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ, 1-ാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ, ഇപ്പോൾ സ്വരാജ് ട്രോഫി പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ചെറിയൊരു ക്ലാസ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ഇംഗ്ലീഷിന് ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാങ്ങുക. കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയ്ക്കും നമ്മുടെ പുസ്തകത്തിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഏതേതെന്ന് എടുത്ത് കാണിച്ച് പറയാത്തത്. ഉള്ള സമയത്ത് എപ്പോഴെങ്കിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ പുസ്തകം വേണ്ടവർ വാങ്ങുക. വരുന്ന എല്ലാ എക്സാമിനേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സാധാരണഗതിയിൽ നിങ്ങളൊരു പുസ്തകം മേടിച്ച് കൈ വെക്കുന്ന പോലെ അല്ല ഇത്. പുസ്തകത്തിൻ്റെ ഫ്രീ ക്ലാസ്സും തരുന്നുണ്ട്. അതുകൊണ്ട് പുസ്തകം വാങ്ങിയ ഒരാൾക്ക് ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. 1000 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1000 ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും ഫ്രീ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. സോ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞിട്ടാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്ത് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് പഠിക്കാവുന്നതാണ്. താങ്ക്